അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ ക്ലാസ് കോഴ്സിൻ്റെ 5ാമത്തെ മോഡ്യൂളിലാണ്. നമ്മൾ ഒരുപാട് വസ്തുക്കൾക്ക് അടിമപ്പെട്ടതിനെക്കുറിച്ച് പഠിച്ചു, മറ്റ് പല കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പഠിച്ചു. നമ്മൾ അറിയാത്ത മറ്റൊരു അടിമത്തുണ്ട്, അതും ഒരു ലഹരിയാണ്. പെരുമാറ്റങ്ങളിലെ ബിഹേവിയറൽ അഡിക്ഷനാണത്. ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കുമ്പം, ഇതിലെ മോഡ്യൂൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബിഹേവിയറൽ അഡിക്ഷൻ, ബിഹേവിയറൽ അഡിക്ഷനും നമ്മൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അഡിക്ഷനും തമ്മിൽ എങ്ങനെ വേർതിരിക്കാം, എന്തൊക്കെയാണ് ഈ പെരുമാറ്റത്തിലുണ്ടാകുന്ന അഡിക്ഷനുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ വാർണിംഗ് സൈൻസ്, പിന്നെ എങ്ങനെ നമ്മൾക്ക് ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് ആയിട്ട് ഡിജിറ്റൽ ഹാബിറ്റിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എങ്ങനെ നമുക്ക് റുട്ടീൻ തയ്യാറാക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറി പ്ലാൻ കൂടി റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ മോഡ്യൂൾ നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്താണ് ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ ലഹരി, പെരുമാറ്റ ലഹരി? നമുക്കെപ്പോഴും അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് കുറേ ആൽക്കഹോളുകളോ അല്ലെങ്കിൽ MDMA പോലത്തെ എന്തെങ്കിലും വസ്തുക്കളായിരിക്കും. അതുമാത്രമല്ല ഈ ലഹരി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പുതിയ DSM ക്ലാസിഫിക്കേഷനിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ ലഹരികളും മരുന്നുകളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, നമ്മുടെ ചില പെരുമാറ്റങ്ങളും ലഹരികളായിട്ട് മാറും. എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങൾ? ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഓൺലൈൻ ഗെയിമുകളിൽ മുതിരുക, അശ്ലീലമായിട്ടുള്ള പ്രോണോഗ്രാഫി സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ചൂതാട്ടം, ചിലർക്ക് ഷോപ്പിംഗ്, അമിത ഭക്ഷണം, ഇതൊക്കെ നമ്മൾക്കുണ്ടാകുന്ന അഡിക്ഷനുകളാണ്. ഇവയും എന്താണ്, നമ്മുടെ തലച്ചോറിൽ ഡ്രഗ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ റിവാർഡ് സിസ്റ്റത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. അത് ജീവിതത്തെ ദോഷകരമായി ബാധിച്ചിട്ടും നിർത്താൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥ ഈ പെരുമാറ്റ ലഹരി നമുക്കുണ്ടാക്കും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണ്? നിങ്ങളെ സമയം കവർന്നെടുക്കുന്ന, സ്ഥിരമായി ചെയ്യുന്ന എന്തൊരു ശീലമാണ് നിങ്ങൾ അനുവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് എഴുതി വെക്കാം. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെയും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും, നല്ലൊരു ശതമാനവും മലയാളികളും ബാധിച്ചിരിക്കുന്ന വല്ലാത്തൊരു അഡിക്ഷനാണ് മൊബൈൽ ഫോണുകളുടെയും സോഷ്യൽ മീഡിയയും അഡിക്ഷൻ എന്നുള്ളത്. ഒരു ചോദ്യം, നിങ്ങളൊരു ദിവസം എത്ര സമയം നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഭൂരിഭാഗം മനുഷ്യന്മാരും 100ലേറെ തവണ എന്നുള്ളതായിരിക്കും ഉത്തരം നൽകാനുണ്ടാകുക. നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നമുക്കറിയണം, നമ്മളെപ്പോഴും എൻഗേജ്ഡായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ആൽഗരിതമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും, നമ്മളെ ജീവിതം അതിലൂടെ കുത്തുവാളെടുത്തിട്ടുണ്ടാവും. ഓരോ ലൈക്കും നോട്ടിഫിക്കേഷനും നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ പ്രതികരണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ലഹരി ഉപയോഗിച്ചാലോ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ കിട്ടുന്ന ഈ റിവാർഡ് സിസ്റ്റത്തിനെ ഇത് ഉത്തേജിപ്പിക്കുന്നുള്ളതാണ്. എന്തൊക്കെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന അപകടകരമായ സൂചനകൾ? നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ പോയിട്ട് ഫോണാണോ യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അഡിക്ഷൻ്റെ വലയിലാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഫോണില്ലാതെ കുറച്ച് നേരം നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ 14 ദിവസമായിട്ട് എനിക്ക് ഫോണൊന്നുമില്ലാതെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഫോണ് കസ്റ്റമർ സർവീസിലാണ്. ഇതുവരെ സോഷ്യൽ മീഡിയ തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ അഡിക്ഷൻ ഇതാണ്. ഫോണില്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നൊരവസ്ഥ. മണിക്കൂറുകളോളം നമ്മൾ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്ത് നിന്നുകൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഫോണിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും അവരുടെ പഠനത്തെ അവഗണിക്കുകയും ചെയ്യുക, ഉറക്കക്കുറവ് തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഒരു കാരണവശാലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനാവാൻ പറ്റില്ല. ഇന്ന് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ എത്ര തവണ ഫോൺ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണ് എന്നുള്ളത് ഫോണിലൊന്ന് ചെക്ക് ചെയ്യുക. അതിനുള്ള സംവിധാനം ഫോണുകളിലുണ്ട്. അടുത്ത ഒരാഴ്ച നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 20% അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. അടുത്തതായിട്ട് നമുക്കറിയാൻ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ലഹരിയാണ് ഓൺലൈൻ ഗെയിമുകളുള്ള ലഹരി എന്നുള്ളത്. ഒരുപാട് കുട്ടികൾ പഠനം മറന്ന്, അവരാരോഗ്യം മറന്ന്, അവർ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും മറന്ന് ഗെയിമിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ ആൽക്കഹോൾ അടിക്കുന്നവരും MDMA അടിക്കുന്നവരും മാത്രം ലഹരിക്ക് അടിമപ്പെട്ടവരെന്ന് മുദ്ര കുത്തി നിർത്തുമ്പം ഇതുപോലെ ഗെയിമിന് അടിമപ്പെട്ടു പോകുന്ന നിസ്സഹായരായിട്ടുള്ള കുട്ടികളെക്കുറിച്ച് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആളില്ലാത്തൊരവസ്ഥയാണെന്നുള്ളത്. നമുക്കറിയാം, ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും കുറച്ച് എൻജോയബിളാണ്.
പക്ഷേ ഈ ഗെയിം കളിക്കൽ നമ്മുടെ സ്കൂളുകളിലെ പഠനത്തെക്കാളും ഉറക്കത്തെക്കാളും നമ്മുടെ ജോലിയേക്കാളും നമ്മുടെ ബന്ധങ്ങളിലേക്കാളും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നൊരവസ്ഥയാണ് ഇതിന് അടിമപ്പെടുക, അതൊരു ലഹരിയാവുക എന്നുദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് കാണിക്കുന്ന അപകട സൂചനകൾ? നമുക്കിപ്പോൾ ഒരു ഗെയിം കളിക്കണമെങ്കിൽ നമുക്കൊരു സമയപരിധി ഉണ്ടാവും. 1 മണിക്കൂർ ഗെയിം കളിക്കുക, ഓക്കെ, കുഴപ്പമില്ല, നമ്മളെ ബ്രെയിനെ ഉത്തേജിപ്പിക്കാനൊക്കെ നല്ലതാണ്. ഈ പരിധി കഴിഞ്ഞിട്ടും നമ്മൾ സമയപരിധി പാലിക്കാതെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ? മറ്റ് കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ, മറ്റ് കാര്യങ്ങളൊക്കെ താല്പര്യം നഷ്ടപ്പെടുക, കുളിക്കാൻ പോലും സമയം കണ്ടെത്ത അവസ്ഥ, പഠിക്കാൻ സമയം ഉണ്ടാവില്ല, അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫോൺ ഇങ്ങോട്ട് എടുത്ത് മാറ്റി ആ ഗെയിം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കളിക്കാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായി അഗ്രസീവായിട്ട് പെരുമാറുന്നൊരവസ്ഥ. പഠനത്തിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, പഠിക്കാനൊക്കെ അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അതിനൊന്നും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ ഈ ഗെയിമിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ഈ ഗെയിം ഇങ്ങനെ കളിച്ച് എന്താവും ലാസ്റ്റ് അവർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ, ഉറക്കക്കുറവുണ്ടാവും, അവരുടെ ശരീരത്തിന് മൊത്തത്തിലായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവുന്നൊരവസ്ഥ വരും. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമിതമായി സ്പെൻഡ് ചെയ്യുന്ന അൺനെസസറി ആയിട്ട് ഒരു ഉപകാരമില്ലാതെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള 3 ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിത്യവും ഇങ്ങനെ റീൽസ് കണ്ട് ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ ഗെയിമിങ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതിന് പകരം നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ChatGPTയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും AI ടൂൾസോ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. എങ്ങനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്ന് മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു അഡിക്ഷനാണ് ഓൺലൈൻ ഗാംബ്ലിങ്ങും ബെറ്റിങ്ങും. നമുക്കറിയാം ഇന്ന് കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ കളിക്ക് പിറകിൽ ഈ ഗാംബ്ലിങ്ങിൻ്റെയും ബെറ്റിങ്ങിൻ്റെയും വളരെ അപകടകരമായിട്ടുള്ളൊരു ഗെയിം പോലും ഉണ്ടാവും. ഒരു അർജൻറ്റീനയും ബ്രസീലും കളിക്കുക എന്ന് പറയുമ്പോഴേക്ക് അവർ കളിക്കുന്ന കളിയേക്കാൾക്കപ്പുറം മില്യൺ കണക്കിന് രൂപകൾ നഷ്ടപ്പെടുന്ന മറ്റൊരു ഗെയിമിംഗ് അവിടെ ഉണ്ടാവും. കുടുംബങ്ങൾ തകർന്നു പോകുന്നൊരു ഗെയിമിംഗ് ഉണ്ടാവും. അതാണ് ചൂതാട്ടവും ഓൺലൈൻ ബെറ്റിങ്ങും. ഒരു ഫണ്ണിന് വേണ്ടിയായിരിക്കും ആൾക്കാരിത് തുടങ്ങുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് പൈസ നഷ്ടപ്പെടും. അത് വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം മൊത്തത്തിൽ ടോട്ടലി നോക്കുമ്പോൾ ജാക്ക് പോട്ട് അടിച്ചവന് പോലും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് അഡിക്ഷനിലൂടെ ഉണ്ടാവുന്നത്? അതിൻ്റെ ഉണ്ടാവുന്ന അപകട സൂചനകൾ എന്തൊക്കെയാണ്? ഇവർക്കിപ്പോൾ പൈസ കൊണ്ട് റീഗെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടി പിന്നെയും കടം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. കുടുംബത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. സാമ്പത്തികമായിട്ട് ശക്തമായിട്ടുള്ള തകർച്ചയുണ്ടാവും. മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരറിയാതെ വഴുതി പോയിട്ടുണ്ടാവും. ഒരു ദിവസം ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം പണം ഒരു വർഷം നിങ്ങൾ സേവ് ചെയ്തു ഈ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ഒക്കെ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നും പിന്നെ അതിൽ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഏതൊരു ലഹരിയും ഏതൊരു അഡിക്ഷനും നമ്മൾ ശീലങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇതിനെ നമുക്ക് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയണം. ഈ ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ശീലങ്ങളുടെ ചക്രത്തെ തകർത്തെറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്കിതിൽ നിന്ന് വിമുക്തരാവാൻ പറ്റുള്ളൂ. അപ്പം നമുക്കൊരു ശീലം അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുകയാണെങ്കിൽ അതിനൊരു ലൂപ്പുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്താണ്? നമുക്ക് ആദ്യത്തേത് ഒരു ട്രിഗറാണ്, ഇതിനൊരു കാരണം. പിന്നത്തേത് അതിശക്തമായിട്ടുള്ള ആഗ്രഹമാണ്, ക്രേവിംഗ് ആണ്, ആസക്തിയാണ്. അതിലൂടെ നമുക്കൊരു പെരുമാറ്റമുണ്ടാവും, അതിനെ ബിഹേവിയർ എന്ന് പറയും. അതിൽ നിന്ന് നമുക്ക് എന്താവും? അതിൽ നിന്നൊരു പ്രതിഫലനം ഉണ്ടാവും. അതിൻ്റെ ഒരു എഫക്റ്റാണത്, റിവാർഡ്. അപ്പോൾ ഈ ഒരു ചക്രമാണ് നമ്മൾ എന്താക്കുന്നത്? ഈ പെരുമാറ്റത്തിൻ്റെ ഈ ഒരു ചക്രമാണ് നമ്മളെ പല ലഹരിയിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ചക്രത്തെ മാറ്റിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള നല്ലൊരു
ഹാബിറ്റ് ലൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന മോശം പെരുമാറ്റം, ഇപ്പോൾ ഒരാൾ മദ്യപിക്കുകയാണ്, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിങ്ങിന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയാണ്, ഇതിന് കാരണമാകുന്ന ഒരു ട്രിഗർ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ആഗ്രഹത്തെ, ആസക്തിയെ അണക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്യുക. ഇതിന് ആരോഗ്യപരമായിട്ടുള്ളൊരു ബദൽ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾക്കത് ലഹരിയാണ് ബദൽ നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പാർക്കിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതുപോലൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കുറച്ച് നേരം ആസ്വദിക്കുക, അല്ലെങ്കിൽ കടൽപ്പുറത്ത് പോയിട്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാം. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഒന്നും നമുക്ക്, കാരണം എന്നിട്ട് നിങ്ങളത് കൈവരിക്കുന്ന വിജയത്തിനെ നിങ്ങൾ സ്വയം ഒന്ന് അഭിനന്ദിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ആസക്തി എന്ന് പറയുന്നത് അതൊരു നിമിഷ നേരം മാത്രം പൊട്ടിപ്പുറപ്പെടുന്നൊരു സംഭവമാണ്. ജീവിതകാലം മുഴുവനും നമുക്ക് ആസക്തി ഉണ്ടാവില്ല, ക്രേവിങ് ഉണ്ടാവില്ല. അതിനെ തകർക്കാനും നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ തീരുമാനം, ആ നിമിഷത്തിലെടുക്കുന്ന ഇതുപോലുള്ള ഒരു ചെറിയ തീരുമാനം കൊണ്ട് സാധ്യമാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ എത്രമാത്രം ഒരു ഫോൺ എത്രമാത്രം ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു നോ ഫോൺ സോൺ, ഒരു ഫോണും ഉപയോഗിക്കാത്തൊരു സോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബെഡ്റൂമിൽ പോകുമ്പോൾ, ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്കിലൊക്കെ ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. ഒരു ഓഫ്ലൈൻ ഹോബി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഗെയിം കളിച്ചിട്ടുള്ള ഹോബിയല്ല, ഓഫ്ലൈനിലുള്ള ഒരു ഹോബി തിരഞ്ഞെടുക്കുക. 30 മിനിറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ കുടുംബത്തോടൊപ്പം ഒരു ഫോൺ ഉപയോഗിക്കാത്ത കുറച്ച് സമയം, പിന്നെ ഒരു റിഫ്ലക്ഷൻ ജേണൽ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജേണൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊന്നും ഒരു ക്ലാസ് കേട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ലഹരി വിരുദ്ധ ദിനത്തിന് മുമ്പായിട്ട് തന്നെ ഇത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ മുതിരുന്നത്. എല്ലാ ലഹരികളും മരുന്നുകളായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം, ഗെയിമിംഗ്, ചൂതാട്ടം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗം പോലും ലഹരിയായി മാറാം. ജീവിതത്തിൽ സമതുലിതാവസ്ഥ നിലനിർത്തുകയും സ്വയം തിരിച്ചറിയുകയും ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ വളർത്തുകയും ആവശ്യമായപ്പോൾ സഹായം തേടുകയും ചെയ്യുന്നത് ആണ് ഏറ്റവും നല്ല പ്രതിരോധം.